യഥാർത്ഥത്തിൽ ഇന്ന് ഈ മന്ത്രിസഭായോഗം അടിയന്തരമായി പരിഗണിക്കേണ്ട ഒരു വിഷയമേ ആയിരുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. നമുക്ക് ഇതിൻ്റെ ആ ചട്ടം നോക്കാം. 4 DGP പോസ്റ്റുകളാണ്, റാങ്കുകളാണ് യഥാർത്ഥത്തിൽ സ്റ്റേറ്റിന് കൊടുക്കുക. ഇപ്പോൾ ലീവിലായിരുന്ന നിതിൻ അഗർവാൾ വന്നതുകൊണ്ട് അത് 5 ആയിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഓർഡർ നോക്കുമ്പോൾ സീനിയോറിറ്റി അനുസരിച്ച് നിതിൻ അഗർവാളാണ് സീനിയറായി നിൽക്കുന്നത്. അദ്ദേഹം കേന്ദ്രത്തിൽ തിരിച്ചു വന്നു. പിന്നെ റോഡ് ആൻഡ് സേഫ്റ്റി കമ്മീഷണറാണ് ഇപ്പോൾ അദ്ദേഹം. അടുത്തത് A. പത്മകുമാറാണ്. അദ്ദേഹം ഇപ്പോൾ ഫയർ ആൻഡ് റെസ്ക്യൂയുടെ ചുമതലയാണ്. അടുത്തത് ദർവേഷ് സാഹിബാണ്. അദ്ദേഹം സ്റ്റേറ്റ് പോലീസ് ചീഫാണ്. അടുത്തത് സഞ്ജീവ് കുമാർ പട്ജോഷിയാണ്. അങ്ങനെ യോഗേഷ് ഗുപ്തയും DGP വിജിലൻസ് ഡയറക്ടറായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നിലവിൽ 5 പേരുണ്ട്. ഇതിൽ ഈ ഡിസംബർ 31 സഞ്ജീവ് കുമാർ പട്ജോഷി റിട്ടയർ ചെയ്യും. അതിനുശേഷം 2025 ഏപ്രിൽ 30 പത്മകുമാർ റിട്ടയർ ചെയ്യും. അപ്പോൾ സ്വാഭാവികമായും അതിലേക്ക് വരേണ്ടത് 94 ബാച്ചിലെ മനോജ് എബ്രഹാമാണ്. അപ്പോൾ മനോജ് എബ്രഹാം ആ സമയത്ത് വരും. പിന്നെ വേക്കൻസി വരുന്നത് ഷെയ്ഖ് ദർവേഷ് സാഹിബ് റിട്ടയർ ചെയ്യുമ്പോഴാണ്, അതായത് 2025 ജൂൺ 30. ആ സ്ഥാനത്ത് അജിത് കുമാറിന് സാധ്യതയുണ്ടെങ്കിൽ അപ്പോഴാണ് ആ സാധ്യത. അത് എപ്പോഴായിരിക്കും? സുരേഷ് രാജ് പുരോഹിത് ഇപ്പോൾ കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ പോയിട്ടുണ്ട്. അത് ആ ഡെപ്യൂട്ടേഷൻ എന്നുള്ളത് ഇപ്പോൾ 7 വർഷം കഴിയുകയാണ്. അതിലപ്പുറത്തേക്ക് കൂട്ടാൻ സാധ്യതയില്ല സാധാരണഗതിയിൽ. കാരണം പിന്നെ അത് കഴിഞ്ഞ് അദ്ദേഹത്തിന് കുറച്ചേ ഉള്ളൂ സമയം. അപ്പോൾ ഇങ്ങോട്ട് വന്ന് DGP ആയി റിട്ടയർ ചെയ്യാനാണ് സാധാരണഗതിയിൽ സാധ്യത. അപ്പോൾ അദ്ദേഹം വന്നില്ല എങ്കിൽ മാത്രമാണ് ഇപ്പോൾ അവിടെ ആ സ്ഥാനത്തേക്ക് ഇപ്പോൾ അജിത് കുമാറിന് സാധ്യത. അങ്ങനെയാണെങ്കിൽ ആ സാധ്യത എപ്പോഴാണ് വരുന്നത്? 2026 നിതിൻ അഗർവാൾ പോയ ശേഷമേ ആ സാധ്യതയുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ 2026 പരിഗണിക്കേണ്ട ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇപ്പോഴൊരു മന്ത്രിസഭായോഗത്തിൻ്റെ ഒരു തീരുമാനം വരുന്നത്. ഉണ്ണി ബാലകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ച പോലെ ആ കരുതലിൻ്റെ ശക്തിയാണത്. ഇപ്പോൾ എന്തിനാണ് ഒരന്വേഷണമല്ലോ, 3 തരത്തിലുള്ള അന്വേഷണങ്ങളല്ലേ നടക്കുന്നത്. ആ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് ഇതുവരെ നൽകിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ പരിശോധിക്കുന്നു? RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച, അനധികൃത സ്വത്ത് സമ്പാദനത്തിലെ വിജിലൻസ് അന്വേഷണം, പൂരം കലക്കലുമായി ബന്ധപ്പെട്ട ത്രിതല അന്വേഷണം, ഇതൊക്കെ നടക്കുകയാണ്. ADGPയുടെ മൊഴി DGP എടുത്തത് നമ്മൾ കണ്ടതാണ്. മണിക്കൂറുകൾ നീണ്ട മൊഴിയെടുക്കൽ. ഇപ്പോൾ പറയുന്നത് വളരെ സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇപ്പോൾ ഈ സ്ക്രീനിങ് കമ്മിറ്റി ഇപ്പോൾ അദ്ദേഹത്തിന് ക്ലീൻ ചിറ്റ് നൽകിയിട്ടില്ല. കാരണം എന്താണ്? ഇപ്പോൾ അന്വേഷണം നടക്കുന്നേയുള്ളൂ. അന്വേഷണത്തിൽ ഒരു വിരുദ്ധ റിപ്പോർട്ട് വന്നിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് DGP ആവാൻ തടസ്സങ്ങളില്ല എന്നാണ് ഇപ്പോൾ സ്ക്രീനിങ് കമ്മിറ്റി പറഞ്ഞിരിക്കുന്നത്. പക്ഷേ വൺസ് DGP ആയ ശേഷമാണ് ഈ അന്വേഷണ റിപ്പോർട്ട് വരുന്നതെങ്കിൽ DGP റാങ്കിൽ നിന്ന് അദ്ദേഹത്തെ താഴെ ഇറക്കാൻ പറ്റില്ല. അദ്ദേഹം DGP തന്നെ തുടരും. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. അപ്പോൾ അജിത് കുമാറിൻ്റെ കാര്യത്തിലുള്ള കരുതൽ നമ്മൾ നേരത്തെ കണ്ടതാണ്. സാങ്കേതികത്വം അവിടെ പറയാം. തുടക്കം മുതൽ ഇതിൻ്റെ രാഷ്ട്രീയമാണ് മുന്നണിയിൽ ഉന്നയിക്കപ്പെടുന്നത്, അല്ലേ? തുടക്കം മുതൽ ഇതിൻ്റെ രാഷ്ട്രീയം ഉന്നയിക്കപ്പെടുന്നു. ഘടകകക്ഷികളായ CPI ഈ കാര്യം പറയുന്നു. LDF യോഗത്തിൽ ഇത് വർഗീസ് ജോർജ് കാര്യമായി അവതരിപ്പിക്കുന്നു. CPI മുഖപത്രത്തിൽ ലേഖനം വരുന്നു. പ്രകാശ് ബാബുയുടെ ലേഖനം വരുന്നു. ബിനോയ് വിശ്വം പുറത്ത് പ്രതികരിക്കുന്നു. ഇതിൽ രാഷ്ട്രീയ നിലപാട് വേണം. സർക്കാരിൻ്റെ ഇടത് നിലപാടുകൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥനുണ്ടെങ്കിൽ ആ ഉദ്യോഗസ്ഥന് ആ സ്ഥാനത്ത് തുടരാൻ പാടില്ല എന്ന് പറയുന്നു. ക്രമസമാധാന ചുമതലയിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റുന്നത് എത്ര വൈകിട്ടാണ്, എത്ര വിമർശനങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹത്തെ മാറ്റുന്നത്. 6/10/2024 ക്രമസമാധാന ചുമതലയിൽ മാറ്റിയത്. ഇപ്പോൾ ആംഡ് ബറ്റാലിയൻ്റെ ചുമതല മാത്രമാണ് അദ്ദേഹത്തിന് ഉള്ളത്. പക്ഷേ തുടക്കം മുതൽ അദ്ദേഹത്തിന് അനുകൂലമായി നിന്നുകൊണ്ട് എടുത്ത കാര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. DGP അദ്ദേഹത്തിന് മൊഴിയെടുക്കുന്ന സമയത്ത് തന്നെ ഈ RSS നേതാക്കളുമായി കൂടിക്കാഴ്ച അത് സ്വകാര്യ സന്ദർശനമാണ് എന്ന് പറയുമ്പോൾ അതിൽ വ്യക്തതയില്ല. ആ കൂടിക്കാഴ്ചയുടെ വിശദീകരണത്തിൽ വ്യക്തതയില്ല എന്ന റിപ്പോർട്ട് നൽകുന്നുണ്ട്. ആ റിപ്പോർട്ട് പുറത്തേക്ക് വരാത്ത രീതിയിലുള്ള കാര്യങ്ങൾ ആണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഈ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട VS സുനിൽകുമാറാണല്ലോ അതിന്മേൽ വിവരാവകാശ രേഖപ്രകാരം വിവരങ്ങൾ തേടിയത്. അതിന്മേൽ ഒരു കൃത്യമായ വിവരം നൽകിയിട്ടില്ല എന്നൊരു യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നു. പൂരം കലക്കിയിട്ടില്ല എന്ന് പിന്നീട് മുഖ്യമന്ത്രി പറഞ്ഞു. അതിൽ CP എടുക്കുന്ന നിലപാട് നമ്മൾ കണ്ടതാണ്. രാഷ്ട്രീയ മറുപടി ഇക്കാര്യത്തിൽ RSS ADGP കൂടിക്കാഴ്ചയിൽ രാഷ്ട്രീയ നിലപാട് മുഖ്യമന്ത്രിയിൽ നിന്ന് ഈ ഘട്ടം വരെയും വന്നിട്ടില്ല. ADGP സ്ഥാനത്തുനിന്ന് ആ ഉദ്യോഗസ്ഥനെ ഇപ്പോൾ മാറ്റാൻ കഴിയില്ല. അതിൽ ഒരുപാട് സാങ്കേതിക തടസ്സങ്ങളുണ്ട് എന്നാണ് ഒരു ദീർഘമായ വാർത്താ സമ്മേളനത്തിൽ അന്ന് മുഖ്യമന്ത്രി മറുപടി നൽകിയത്. RSS ADGP കൂടിക്കാഴ്ച ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ആദ്യം ചൂണ്ടിക്കാണിച്ചത് പ്രതിപക്ഷ നേതാവാണ്. പിന്നീട് CPM നിന്നും അകന്ന PV അൻവർ തുടർച്ചയായി അജിത് കുമാറിനെതിരെ വിമർശനങ്ങൾ ഉന്നയിച്ചു. അതിലൊന്നും തന്നെ മറുപടി ഉണ്ടായിട്ടില്ല. ഒരു ഘട്ടത്തിൽ ഗൗരവത്തിലുള്ളതാണ് ആ വിമർശനങ്ങളെന്ന പാർട്ടി സെക്രട്ടറി തന്നെ പറയുന്ന കാര്യം നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതിന്മേലുള്ള അന്വേഷണം, അനധികൃത സ്വത്ത് സമ്പാദനം അടക്കമുള്ള വിഷയങ്ങളിലുള്ള അന്വേഷണം അവിടെ നിൽക്കുന്നു. നേരത്തെ തന്നെ സർക്കാരുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് അന്ന് അമിതാവേശം കാണിച്ചതാണ്. അന്ന് തന്നെ അത് വലിയ
രീതിയിൽ വിവാദമായതാണ്. എല്ലാ ഘട്ടങ്ങളിലും എന്തുകൊണ്ട് അജിത് കുമാറിന് മുഖ്യമന്ത്രി സംരക്ഷണം തീർക്കുന്നു എന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്നു. ഇത്രത്തോളം വിമർശനം മുന്നണിക്കകത്തു നിന്ന് വന്നിട്ടും പരസ്യമായും അകത്തും വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടും എന്തുകൊണ്ട് ആ സംരക്ഷണം ഒരുക്കുന്നു എന്നതിൽ ചോദ്യം ശക്തമായി ഉയരുമ്പോഴാണ് ADGP വഴി എന്തെങ്കിലും സഹായം ഈ തരത്തിൽ മുഖ്യമന്ത്രിക്ക് ലഭിക്കുന്നുണ്ടോ എന്ന സംശയം രാഷ്ട്രീയമായി ഉയരുന്നത്. അത് വലിയ രീതിയിൽ തന്നെ പ്രതിപക്ഷം ഉന്നയിച്ചിട്ടുണ്ട്. CPI അത് പുറത്തേക്ക് പറയുന്നില്ല, പക്ഷേ അത് ഉണ്ടായിട്ടുള്ള കാര്യമാണ്. അതിനുശേഷമാണല്ലോ ഈ മലപ്പുറം പരാമർശങ്ങൾ വരുന്നത്, അതിൽ മുഖ്യമന്ത്രിയുടെ മറുപടി വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ചയുണ്ട്, ആ സംഭവവികാസങ്ങളിൽ ഒരു തുടർച്ചയുണ്ട്. ഇപ്പോൾ ഈ 2026 മാത്രം പരിഗണിക്കേണ്ട, അതായത് പ്രതികൂലമായ റിപ്പോർട്ടുണ്ടെങ്കിൽ സാധ്യമാകാത്തതും അനുകൂലമായ റിപ്പോർട്ട് വന്നാൽ മാത്രം സാധ്യമാകുന്നതുമായ ഒരു കാര്യം ഈ മന്ത്രിസഭാ യോഗത്തിൽ തിരക്കിട്ട് പ്രഖ്യാപിക്കുന്നതിൻ്റെ കാര്യം എന്താണ്, അതിൻ്റെ ആവശ്യം എന്തായിരുന്നു? അപ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പാണ് മനോരമയിലെ പ്രധാനപ്പെട്ട തലക്കെട്ടായിരുന്നു DGP ആകാൻ അജിത് കുമാറിന് തടസ്സങ്ങളില്ല എന്ന വാർത്ത. അപ്പോൾ ആ വാർത്ത വന്ന ഘട്ടത്തിൽ അത് അങ്ങനെ തടസ്സങ്ങളില്ല എന്നുള്ളത് അതിനുശേഷം തടസ്സങ്ങളുണ്ട് എന്നുള്ള പിന്നീട് ഒരു പത്രവാർത്ത വരുന്നു. അപ്പോൾ ഒരു തടസ്സമില്ല എന്നും ഈ ഞങ്ങളുടെ പരിഗണനയിലുണ്ട് എന്നും കാണിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ADGP അജിത് കുമാറിന് പൂർണ്ണമായും ഒരു കൂടെയുണ്ട് എന്നൊരു തോന്നലുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണോ സർക്കാർ ഇങ്ങനെ ചെയ്തത് എന്ന ചോദ്യം സ്വാഭാവികമായി ഉയരും. മുഖ്യമന്ത്രിയുടെ സംരക്ഷണം എല്ലാ കാലത്തും അജിത് കുമാറിനൊപ്പമുണ്ട്. ഒരു വിമർശനം പോലും ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയിൽ നിന്നുണ്ടായിട്ടില്ല. കാരണം BJP വിരുദ്ധ പരാമർശങ്ങൾ, RSS വിരുദ്ധ പരാമർശങ്ങളൊക്കെ ആവർത്തിച്ച് നടത്തുന്ന മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ്. ഇതിൽ മൊഴിയെടുക്കൽ നടന്നു, RSS നേതാക്കളുടെ പ്രതികരണം വന്നു, ഞങ്ങളിങ്ങനെ IAS IPS ഉദ്യോഗസ്ഥരെയൊക്കെ കാണാറുണ്ട് എന്ന് പറഞ്ഞു. പിന്നീട് നമ്മൾ കേൾക്കുന്നത് ഈ തരത്തിൽ പിന്നീട് റാങ്ക് മാറ്റം സാധ്യമാകാൻ വേണ്ടി, കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്താൻ വേണ്ടി RSSന്റെ ഒരു ഇടനില പല ഉദ്യോഗസ്ഥരും തേടാറുണ്ട്. അത്തരം കൂടിക്കാഴ്ചകൾ വളരെ സ്വാഭാവികമായി എടുത്തുകൊണ്ടാണ് പറയുന്നത്. അതൊരു അസ്വാഭാവിക കൂടിക്കാഴ്ചയാണ്. അതിൽ സാങ്കേതികമായ ഒരു പക്ഷേ നടപടികൾ എടുക്കാൻ മുഖ്യമന്ത്രിക്ക് കഴിയില്ലായിരിക്കാം. ആ സാങ്കേതികത്വമാണല്ലോ ഇപ്പോൾ ഈ സ്ക്രീനിംഗ് കമ്മിറ്റിയും പറഞ്ഞിരിക്കുക. ആ സാങ്കേതികത്വം ഉദ്യോഗസ്ഥർക്ക് പറയാം, പക്ഷേ മുഖ്യമന്ത്രിക്ക്, ഇടത് നേതാക്കൾക്ക്, ഇടത് സർക്കാരിന് ആ സാങ്കേതികത്വം പറഞ്ഞ് മുന്നോട്ട് പോകാൻ പറ്റില്ല. അതിൻ്റെ തുടർച്ചയായി നടന്നു വന്ന സംഭവവികാസങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ട കേസന്വേഷണത്തിൻ്റെ ഭാവി എന്ത് എന്ന ചോദ്യം അവിടെ നിൽക്കുന്നു. അതുമായി ബന്ധപ്പെട്ട ചില വാർത്തകളും ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ ഈ സംരക്ഷണം ആര് വഴിയാണ്, എന്തൊക്കെ തരത്തിലുള്ള ഇടപെടലുകൾ അജിത് കുമാർ മുഖ്യമന്ത്രിക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് എന്ന ചോദ്യം ഈ ഘട്ടത്തിൽ ഉയരുന്നുണ്ട്. ഒരു ആവശ്യമില്ല ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ ഈ വിഷയം പരിഗണിക്കേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. 2026 കാര്യമാണെന്ന് ഓർക്കണം. Meet the editors.